എല്ലാവർക്കും ന്യൂസ് ഫസ്റ്റ് മലയാളത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിക്കറ്റ് ലോകത്തെ ഏറ്റവും പുതിയ വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ശ്രീലങ്കയിലെ ദാംബുള്ളയിൽ തലയുയർത്തി നിൽക്കുന്ന ചരിത്രപ്രസിദ്ധമായ രംഗിരി ദാംബുള്ള ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിന്റെ പച്ച പുൽമൈതാനം 2026 ട്രൈ നേഷൻ എ സീരീസിന്റെ വിധി നിർണ്ണയിക്കുന്ന ഗ്രാൻഡ് ഫിനാലേക്കും ഏറ്റവും ആവേശഭരിതമായ മഹാപോരാട്ടത്തിനും സാക്ഷ്യം വഹിക്കാൻ ഒരുങ്ങി നിൽക്കുകയായിരുന്നു. ലോക ക്രിക്കറ്റിലെ ഏറ്റവും വലിയ പരമ്പരാഗത വൈരികളായ ഇന്ത്യ എയും ആതിഥേയരായ ശ്രീലങ്ക എയും കിരീടം സ്വന്തമാക്കുക എന്ന ഒറ്റ ലക്ഷ്യത്തോടെ നേർക്കുനേർ വന്നപ്പോൾ ഏകദിന ക്രിക്കറ്റിന്റെ ചരിത്രത്തെ ഒന്നാകെ പിടിച്ചുകുലുക്കുന്ന തരത്തിലുള്ള റണ്ണുകളുടെ ഒരു പ്രളയത്തിനും വിക്കറ്റുകളുടെ അവിശ്വസനീയമായ കൊഴിഞ്ഞുപോക്കിനുമാണ് ആ മൈതാനം സാക്ഷ്യം വഹിച്ചത്. ജീവൻ മരണ പോരാട്ടമായ ഈ കലാശക്കളിയിൽ ടോസ് നേടിയ ശ്രീലങ്കൻ നായകൻ സഹാൻ അരാച്ചിഗെ ആദ്യം ബോൾ ചെയ്യാൻ തീരുമാനിക്കുകയും ഇന്ത്യൻ ടീമിനെ ബാറ്റിംഗിനായി ക്ഷണിക്കുകയും ചെയ്തു. എന്നാൽ നിമിഷങ്ങൾക്കകം മൈതാനത്തേക്ക് നടന്നെടുത്ത ഇന്ത്യയുടെ രണ്ട് ഓപ്പണിംഗ് ബാറ്റർമാർ, പ്രത്യേകിച്ച് ബോസ് ബേബി എന്നറിയപ്പെടുന്ന യുവ റൺ മെഷീൻ വൈഭവ് സൂര്യവംശിയും സഹതാരം പ്രിയാഞ്ച് ആര്യയും ചേർന്ന് ശ്രീലങ്കൻ ബൌളർമാരെ യാതൊരു ദയയുമില്ലാതെ തല്ലിച്ചതയ്ക്കുന്ന കാഴ്ചയാണ് പിന്നീട് കണ്ടത്. പവർ പ്ലേ ഓവറുകൾക്കുള്ളിൽ തന്നെ സ്റ്റേഡിയത്തിലാകെ ഒരു വൈദ്യുത തരംഗം പോലെ ആവേശം പടർന്നുപിടിച്ചു. മത്സരത്തിന്റെ ആദ്യ 45 ഓവറുകളിലെ കഥ റണ്ണുകളുടെ ഭയാനകമായ വെടിക്കെട്ടുകളാലും അവിശ്വസനീയമായ റെക്കോർഡുകളാലും പിന്നീട് മധ്യനിരയിൽ ശ്രീലങ്കൻ സ്പിന്നർമാർ നടത്തിയ മൂർച്ചയേറിയ പ്രത്യാഘാതങ്ങളുടെ നാടകീയതയാലും സമ്പന്നമായിരുന്നു. ഇന്ത്യൻ ഇന്നിംഗ്സ് ആരംഭിക്കാനായി ക്രീസിലെത്തിയ പ്രിയാഞ്ച് ആര്യയും യുവ സെൻസേഷൻ വൈഭവ് സൂര്യവംശിയും ആദ്യ ഓവർ മുതൽ തന്നെ ശ്രീലങ്കൻ പേസ് ബൌളർമാർക്കെതിരെ ഭയപ്പെടുത്തുന്നതും വിനാശകരവുമായൊരു ആക്രമണമാണ് അഴിച്ചുവിട്ടത്. ഇന്നിംഗ്സിലെ ആദ്യ ഓവർ എറിയാനെത്തിയ പേസ് ബൌളർ മുഹമ്മദ് സിറാജിന്റെ മൂന്നാമത്തെ പന്ത് ഒരു ഫുൾ ഔട്ട് സ്വിംഗറായിരുന്നു. അതിൽ ആര്യയുടെ ബാറ്റിന്റെ പുറംഭാഗത്ത് തട്ടിയ പന്ത് തേർഡ് മാൻ ബൗണ്ടറി കടന്ന് അതിവേഗം പാഞ്ഞുപോയതോടെ ഇന്ത്യയുടെ സ്കോർ ബോർഡ് തുറക്കപ്പെട്ടു. അതേ ഓവറിലെ 5-ാം പന്തിൽ വൈഭവ് സൂര്യവംശി തന്റെ അസാമാന്യമായ പ്രതിഭ പുറത്തെടുത്തു. സിറാജിന്റെ ഫുൾ പിച്ച് പന്തിൽ കരുത്തുറ്റ ഫ്രണ്ട് ഫുട്ടുമായി മുന്നോട്ടാഞ്ഞ വൈഭവ് ബൌളറുടെ തലയ്ക്ക് മുകളിലൂടെ ഡൌൺ ദ ഗ്രൗണ്ടിലേക്ക് പായിച്ച ഷോട്ട് അതിമനോഹരമായൊരു ബൗണ്ടറിയായി മാറി. രണ്ടാമത്തെ ഓവർ എറിയാൻ നായകൻ സഹാൻ അരാച്ചിഗെ തന്നെ നേരിട്ടെത്തിയെങ്കിലും പ്രിയാഞ്ച് ആര്യ അദ്ദേഹത്തെ കടന്നാക്രമിക്കുകയായിരുന്നു. അരാച്ചിഗയുടെ ഫ്ലൈറ്റഡ് ഡെലിവറിയിൽ മുട്ടുകുത്തി ലോങ് ഓൺ ഗാലറിക്ക് മുകളിലൂടെ ആര്യ ഒരു കൂറ്റൻ സിക്സർ പറത്തി. തൊട്ടടുത്ത പന്തിൽ തന്നെ ഒരു തകർപ്പൻ കട്ടിലൂടെ ഡീപ് ബാക്ക്വേർഡ് പോയിന്റിൽ മറ്റൊരു ബൗണ്ടറി കൂടി ആര്യ സ്വന്തമാക്കി. എന്നാൽ പിന്നീട് ഇന്നിംഗ്സിലെ 3-ാം ഓവർ എറിയാൻ വീണ്ടും സിറാജ് എത്തിയപ്പോൾ വൈഭവ് സൂര്യവംശി ബാറ്റിംഗിന്റെ സർവ്വസംഹാര രൂപമാണ് പുറത്തെടുത്തത്. ഏകദിന ക്രിക്കറ്റിന്റെ ചരിത്രത്താളുകളെ ഒന്നാകെ മാറ്റിയെഴുതുന്നതായിരുന്നു ആ നിമിഷങ്ങൾ. സിറാജിന്റെ ആദ്യത്തെ ഷോർട്ട് പിച്ച് പന്ത് ശരീരത്തിന് നേരെ വന്നപ്പോൾ അത് വളരെ ബുദ്ധിപൂർവ്വം മനസ്സിലാക്കിയ വൈഭവ് ബാക്ക്വേർഡ് സ്ക്വയർ ലെഗിലേക്ക് ഒരു മിന്നുന്ന ഹുക്ക് ഷോട്ടിലൂടെ അതിർത്തി കടത്തി. തൊട്ടടുത്ത പന്തിൽ ക്രീസിൽ അല്പം ഇടം കണ്ടെത്തിയ അവൻ എക്സ്ട്രാ കവേഴ്സിന് മുകളിലൂടെ മറ്റൊരു ഉജ്ജ്വലമായ സിക്സർ കൂടി പറത്തി. മൂന്നാമത്തെ പന്ത് സിറാജ് വീണ്ടും പുറത്തേക്കെറിഞ്ഞപ്പോൾ ഡീപ് എക്സ്ട്രാ കവേഴ്സിന് മുകളിലൂടെ അതിനെയും ഗാലറിയിൽ എത്തിച്ചു. ആ ഓവറിലെ അവസാന പന്തിലും മിഡ് ഓഫിന്റെ വലതുഭാഗത്തൂടെ ഒരു തകർപ്പൻ 4 പായിച്ചുകൊണ്ട് ഒറ്റ ഓവറിൽ മുഴുവൻ 26 റൺസാണ് ആ യുവതാരം അടിച്ചുകൂട്ടിയത്. ദുലാജ് സമതിത അടുത്ത ഓവർ എറിയാനെത്തിയപ്പോൾ ആദ്യ പന്തിൽ തന്നെ മിഡ് ഓഫിൽ വെച്ച് ശ്രീലങ്കൻ ക്യാപ്റ്റൻ ആര്യയുടെ ഒരു ക്യാച്ച് പാഴാക്കി. ഈ അവസരം മുതലാക്കി വൈഭവ് സൂര്യവംശി അടുത്ത 3 പന്തിൽ തുടർച്ചയായി ഒരു 4ഉം 2 കൂറ്റൻ സിക്സറുകളും പറത്തി കേവലം 11 പന്തുകൾക്കുള്ളിൽ ലിസ്റ്റ് എ ക്രിക്കറ്റിലെ ഇന്നുവരെയുള്ള ഏറ്റവും വേഗത്തിലും ചരിത്രപരവുമായ അർദ്ധ സെഞ്ചുറി എന്ന അവിശ്വസനീയമായ നേട്ടം സ്വന്തമാക്കി. എന്നാൽ വൈഭവ് സൂര്യവംശിയുടെ ആ കൊടുങ്കാറ്റ് അവിടെയും അവസാനിച്ചില്ല. കുഗധാസൻ മധുലൻ എറിഞ്ഞ അടുത്ത ഓവറിൽ കീപ്പറിന് മുകളിലൂടെ വളരെ ബുദ്ധിപൂർവ്വമുള്ള ഒരു റാമ്പ് ഷോട്ടിലൂടെ പന്ത് അതിർത്തി കടത്തിയവൻ കേവലം 7 ഓവറുകൾക്കുള്ളിൽ ഇന്ത്യയുടെ സ്കോർ 100 കടത്തി. അതേ ഓവറിൽ തന്നെ അവൻ തുടർച്ചയായി 2 കൂറ്റൻ സിക്സറുകൾ കൂടി നേടി. അന്നത്തെ ദിവസം തന്റെ കന്നി ചരിത്ര സെഞ്ചുറിയിലേക്ക് ഒരു ബുള്ളറ്റിന്റെ വേഗത്തിലാണ് വൈഭവ് കുതിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ ഇന്നിംഗ്സിന്റെ 9-ാം ഓവറിൽ ക്യാപ്റ്റൻ സഹാൻ അരാച്ചിഗെ സ്വയം പന്തെറിയാനെത്തി ആ ഭയാനകമായ കൊടുങ്കാറ്റിന് താൽക്കാലികമായി കടിഞ്ഞാണിട്ടു. അരാച്ചിഗയുടെ ടേൺ ചെയ്തു വന്ന ഒരു ഫുൾ ലെങ്ത് പന്തിൽ മിഡ് ഓഫിന് മുകളിലൂടെ വലിയൊരു ഷോട്ടിലളിക്കാൻ വൈഭവ് ശ്രമിച്ചെങ്കിലും പന്ത് ബാറ്റിന്റെ താഴെ തട്ടി ഫീൽഡറായ വിജയകാന്ത് വ്യാസ്കാന്തിന്റെ കൈകളിൽ ഭദ്രമായി ഒതുങ്ങി. 29 പന്തുകൾ മാത്രം നേരിട്ട് 10 അതിമനോഹരമായ 4കളുടെയും 8 ഭയപ്പെടുത്തുന്ന സിക്സറുകളുടെയും അകമ്പടിയോടെ 94 റൺസ് എന്ന അവിശ്വസനീയവും വീരോചിതവുമായൊരു അവിസ്മരണീയമായ ഇന്നിംഗ്സ് കാഴ്ചവെച്ചാണ് ആ യുവതാരം പവലിയനിലേക്ക് മടങ്ങിയത്. സ്റ്റേഡിയം ഒന്നാകെയും ഇന്ത്യൻ ഡഗ്ഔട്ടും എഴുന്നേറ്റ് നിന്നുകൊണ്ട് ആ യുവ ബാറ്റ്സ്മാന്റെ പ്രകടനത്തെ കരഘോഷങ്ങളോടെ ആദരിച്ചു. തൊട്ടടുത്ത 9.5 ഓവറിൽ ദുലാജ് സമുദിത ഡീപ് ബാക്ക്വേർഡ് സ്ക്വയറിൽ വ്യാസ്കാന്തിന്റെ കയ്യിൽ തന്നെയുള്ള മികച്ചൊരു ലോ ക്യാച്ചിലൂടെ രണ്ടാമത്തെ സെറ്റ് ഓപ്പണറായ പ്രിയാഞ്ച് ആര്യയെയും പുറത്താക്കിക്കൊണ്ട് ഇന്ത്യയ്ക്ക് രണ്ടാമത്തെ വലിയ പ്രഹരം നൽകി. 2 ഓപ്പണിംഗ് ബാറ്റർമാരും വേഗത്തിൽ പുറത്തായതിനെ തുടർന്ന് മൂന്നാമനായി ഉപനായകൻ ഋതുരാജ് ഗൈക്വാദും 4-മനായി സാക്ഷാൽ നായകൻ തിലക് വർണിയും മൈതാനത്തേക്കിറങ്ങി. ഈ 2 ബാറ്റർമാരും ശ്രീലങ്കൻ ബൌളർമാർക്കെതിരെ വളരെ സംയമത്തോടെയും ബുദ്ധിപൂർവ്വവും ഇന്നിംഗ്സ് മുന്നോട്ട് കൊണ്ടുപോകാൻ ആരംഭിച്ചു.
ക്രീസിലെത്തിയ ഉടൻ തന്നെ ദുലാജ് സമുദിതയുടെ ഒരു ഹാഫ് വോളി പന്തിൽ തന്റെ കൈക്കുഴയുടെ കരുത്തുപയോഗിച്ച് ഫൈൻ ലെഗിലൂടെ ഒരു 4 നേടിയാണ് തിലക് വർമ്മ തന്റെ അക്കൗണ്ട് തുറക്കപ്പെട്ടത്. കേവലം 14.1 ഓവറുകൾക്കുള്ളിൽ തന്നെ ടീം ഇന്ത്യയുടെ സ്കോർ അവർ 150-ലെത്തിച്ചു. വ്യാസ്കാന്ത് എറിഞ്ഞ അടുത്ത ഓവറിൽ കവേഴ്സിന് മുകളിലൂടെ തിലക് മറ്റൊരു അതിമനോഹരമായ ബൗണ്ടറി കൂടി സ്വന്തമാക്കി. മറുവശത്ത് ഋതുരാജ് ഗൈക്വാദ് സ്പിന്നർ രവീന്ദ്ര ഫെർണാണ്ടോയുടെ പന്തിൽ ക്രീസിൽ നിന്ന് ഇറങ്ങി വന്ന് ലോങ് ഓഫിന് മുകളിലൂടെ വളരെ മനോഹരമായ ഒരു കൂറ്റൻ സിക്സർ പറത്തി. ഇവർ തമ്മിലുള്ള കൂട്ടുകെട്ടിൽ റൺ നിരക്ക് വളരെ മികച്ച രീതിയിലാണ് മുന്നോട്ടു പോയിക്കൊണ്ടിരുന്നത്. എന്നാൽ ഇന്നിംഗ്സിന്റെ 28-ാം ഓവറിൽ പേസ് ബൌളർ മുഹമ്മദ് സിറാജ് ഇന്ത്യയ്ക്ക് മൂന്നാമത്തെ ആഘാതം നൽകി. സിറാജിന്റെ ഒരു ഫുൾ ലെഗ് ഗ്ലാൻസ് ഡെലിവറിയിൽ ഷഫിൾ ചെയ്ത് പന്ത് തിരിച്ചുവിടാൻ ഗൈക്വാദ് ശ്രമിച്ചു. പക്ഷേ പന്ത് ബാറ്റിന്റെ അകത്ത് തട്ടി അദ്ദേഹത്തിന്റെ തൈ പാഡിൽ ഇടിച്ച് നേരെ ലെഗ് സ്റ്റംപിലെ ബെയിൽസ് തെറിച്ചു. 51 പന്തുകളിൽ നിന്ന് 4 ഫോറുകളുടെയും ഒരു സിക്സറിന്റെയും അകമ്പടിയോടെ 40 റൺസ് എന്ന നിർഭാഗ്യകരമായ രീതിയിൽ ബോൾഡായി പുറത്തായാണ് ഗൈക്വാദ് മടങ്ങിയത്. അദ്ദേഹത്തിന്റെ പുറത്താകലിനു ശേഷം വിക്കറ്റ് കീപ്പർ ബാറ്റർ കുമാർ കുശാഗ്ര ക്രീസിലെത്തി. മറുവശത്തെ ക്യാപ്റ്റൻ തിലക് വർമ്മ വളരെ ശക്തമായി നിലയുറപ്പിച്ചിരുന്നു. വ്യാസ്കാന്തിന്റെ പന്തിൽ ഒരു സിംഗിൾ എടുത്തുകൊണ്ട് ഇന്നിംഗ്സിന്റെ 34-ാം ഓവറിൽ ഈ പരമ്പരയിലെ തന്റെ തുടർച്ചയായ 4ാമത്തെയും വളരെ കരുത്തുറ്റ അർദ്ധ സെഞ്ചുറിയും അദ്ദേഹം പൂർത്തിയാക്കി. 50 പൂർത്തിയാക്കിയ ശേഷം രവീന്ദ്ര ഫെർണാണ്ടോയുടെ പന്തിൽ മുട്ടുകുത്തി ഡീപ് സ്ക്വയർ ലെഗിന് മുകളിലൂടെ തിലക് തന്റെ ആദ്യത്തെ ഗംഭീര സിക്സറും പറത്തി. ഇതിനിടയിൽ കുമാർ കുശാഗ്രയും കുഗധാസൻ മധുലന്റെ പന്തുകളിൽ തുടർച്ചയായി 2 തകർപ്പൻ ഫോറുകൾ നേടി റൺ നിരക്കിന് ഒരു റോക്കറ്റിന്റെ വേഗത നൽകി. ഈ കൂട്ടുകെട്ട് ഇന്ത്യയെ ഒരു കൂറ്റൻ സ്കോറിലേക്ക് നയിക്കുകയാണെന്ന് തോന്നിയ ആ നിമിഷത്തിലാണ് ശ്രീലങ്കൻ സ്പിന്നർമാർ മത്സരത്തിലേക്ക് ഞെട്ടിക്കുന്നതും മാരകവുമായ ഒരു തിരിച്ചുവരവ് നടത്തിയത്. ഇന്ത്യൻ മധ്യനിരയെ അത് പൂർണ്ണമായും തകർത്തെറിഞ്ഞു. ഇന്നിംഗ്സിന്റെ 40-ാം ഓവറിൽ രവീന്ദ്ര ഫെർണാണ്ടോ ലെഗ് സ്റ്റംപ് ലൈനിൽ എറിഞ്ഞ വേഗമേറിയ ഫുൾ പിച്ച് പന്തിൽ ഒരു റിവേഴ്സ് സ്വീപ്പ് കളിക്കാനുള്ള വലിയൊരു അബദ്ധം കുമാർ കുശാഗ്ര കാണിച്ചു. പന്ത് നേരെ അദ്ദേഹത്തിന്റെ പാഡുകളിൽ ചെന്നിടിക്കുകയും അമ്പയർ ഉടൻ തന്നെ അദ്ദേഹത്തെ LBW ഔട്ടായി പ്രഖ്യാപിക്കുകയും ചെയ്തു. തൊട്ടടുത്ത ഓവറിൽ സ്പിന്നർ വാനുജ സഹാൻ ഇന്ത്യയ്ക്ക് ഏറ്റവും വലിയ പ്രഹരം നൽകി. സഹാനിന്റെ ഓഫ് സ്റ്റംപിന് പുറത്തുപോയ ഫ്ലൈറ്റഡ് പന്തിൽ പൂർണ്ണമായും സെറ്റായി നിന്ന ക്യാപ്റ്റൻ തിലക് വർമ്മ ഒരു സ്ലോഗ് സ്വീപ്പ് കളിക്കാൻ ശ്രമിച്ചു. എന്നാൽ പന്ത് ബാറ്റിന്റെ മുകൾ ഭാഗത്ത് തട്ടി ഡീപ് മിഡ് വിക്കറ്റിൽ നിന്നിരുന്ന ഫീൽഡർ അവിഷ്ക ഫെർണാണ്ടോയുടെ കൈകളിലേക്ക് ഭദ്രമായി പറന്നിറങ്ങി. 90 പന്തുകളിൽ നിന്ന് 4 ഫോറുകളുടെയും ഒരു സിക്സറിന്റെയും സഹായത്തോടെ 67 റൺസ് എന്ന മികച്ച നായക തുല്യമായ ഇന്നിംഗ്സ് കാഴ്ചവെച്ചാണ് തിലക് വർമ്മ മടങ്ങിയത്. ഇന്ത്യയുടെ പ്രതിസന്ധികൾ അവിടെയും അവസാനിച്ചില്ല. തൊട്ടടുത്ത ഓവറിൽ രവീന്ദ്ര ഫെർണാണ്ടോയുടെ വട്ടം തിരിഞ്ഞുവന്ന ഒരു മുട്ടുകുത്തി സ്വീപ്പ് ചെയ്യാൻ സൂര്യാൻഷ് ഷഡ്ഗെ ശ്രമിച്ചു. പക്ഷേ പന്ത് നിലത്തുകുത്തി മൂർച്ചയോടെ ടേൺ ചെയ്ത് നേരെ അദ്ദേഹത്തിന്റെ സ്റ്റമ്പുകൾ പിഴുതെറിഞ്ഞു. 24 റൺസിനിടെ 3 പ്രധാന വിക്കറ്റുകൾ നഷ്ടപ്പെട്ട ഇന്ത്യൻ ടീം 300 റൺസ് കടക്കാൻ പോരാടുന്ന കാഴ്ചയാണ് പിന്നീട് കണ്ടത്. എന്നാൽ 7ാമനായി ഇറങ്ങിയ നിഷാന്ത് സിന്ധുവും 8ാമനായി വന്ന വിപ്രാജ് നിഗമും ചേർന്ന് അവസാന ഓവറുകളിൽ ശ്രീലങ്കൻ ബൌളർമാർക്കെതിരെയുള്ള പോരാട്ടം ഏറ്റെടുത്തു. 44-ാം ഓവറിൽ രവീന്ദ്ര ഫെർണാണ്ടോയുടെ ഷോട്ട് പന്തിൽ സിന്ധു ഒരു തകർപ്പൻ പുൾ ഷോട്ട് കളിച്ച് ഡീപ് മിഡ് വിക്കറ്റിനിടയിലൂടെ മനോഹരമായൊരു ബൗണ്ടറി നേടി. മറുവശത്ത് വിപ്രാജ് നിഗം 45-ാം ഓവറിൽ ലെഗ് സ്പിന്നർ വിജയകാന്ത് വ്യാസ്കാന്തിന്റെ പന്തുകളിൽ അദ്ദേഹത്തിന്റെ ബാറ്റിംഗ് ക്ലാസ് പ്രകടമാക്കി. ആദ്യത്തെ ഷോട്ട് പന്തിൽ കവേഴ്സിന് പിന്നിലൂടെ ഒരു മികച്ച സ്ക്വയർ കട്ട് 4 നേടിയ അവൻ തൊട്ടടുത്ത ഫ്ളാറ്റ് പന്തിൽ വേഗതയെ സമർത്ഥമായി ഉപയോഗിച്ചുകൊണ്ട് ഒരു ലേറ്റ് കട്ടിലൂടെ തേർഡ് മാൻ ബൗണ്ടറി കടത്തി തുടർച്ചയായ 2ാമത്തെ ഫോറും സ്വന്തമാക്കി. ഈ അതിശക്തവും ആക്രമണോത്സവവുമായ ബൗണ്ടറികളോടെ ദാമ്പുള്ളിയിലെ മൈതാനത്ത് ഇന്ത്യൻ ഇന്നിംഗ്സിന്റെ ആദ്യ 45 ഓവറുകൾ പൂർത്തിയായപ്പോൾ തുടക്കത്തിലെയും മധ്യനിരയിലെയും തകർച്ചകളിൽ നിന്ന് അതിശയകരമായ രീതിയിൽ തിരിച്ചുവന്ന് ഇന്ത്യ എ ടീം 6 വിക്കറ്റ് നഷ്ടത്തിൽ 313 റൺസ് എന്ന വളരെ ശക്തവും കൂറ്റനുമായ ഒരു സ്കോർ പടുത്തുയർത്തിയിരുന്നു. ഇന്ത്യൻ ടീമിന്റെ റൺ നിരക്ക് ആ സമയത്ത് ഓവറിൽ 6.96 റൺസ് എന്ന വളരെ ആക്രമണോത്സവമായ വേഗത്തിലായിരുന്നു. 14 പന്തിൽ ഒരു ഫോറിന്റെ സഹായത്തോടെ 13 റൺസ് എടുത്ത് ഓൾറൗണ്ടർ നിഷാന്ത് സിന്ധു വളരെ ശ്രദ്ധയോടെ ക്രീസിൽ നിൽക്കുമ്പോൾ മറുവശത്ത് വാലറ്റക്കാരൻ വിപ്രാജ് നിഗം കേവലം 12 പന്തുകളിൽ 2 തകർത്തൻ ഫോറുകളോടെ 14 റൺസ് എടുത്ത് അദ്ദേഹത്തിന് ശക്തമായ പിന്തുണ നൽകി. ശ്രീലങ്ക എക്ക് സ്പിന്നർ രവീന്ദ്ര ഫെർണാണ്ടോ ആയിരുന്നു ഏറ്റവും മികച്ച പ്രകടനം പുറത്തെടുത്തത്. 9 ഓവറുകളിൽ 58 റൺസ് വിട്ടുകൊടുത്ത് അദ്ദേഹം 3 നിർണായക വിക്കറ്റുകൾ വീഴ്ത്തി. വാനുജ സഹാൻ, മുഹമ്മദ് സിറാജ് എന്നിവർ ഓരോ വിക്കറ്റുകൾ വീതം നേടി. 45 ഓവറുകൾ പൂർത്തിയാകുമ്പോഴും വൈഭവ് സൂര്യവംശിയുടെ ആ വിനാശകരമായ 94 റൺസ് വെടിക്കെട്ടിന്റെയും ക്യാപ്റ്റൻ തിലക് വർമ്മയുടെ 67 റൺസിന്റെയും പിൻബലത്തിൽ ഈ വലിയ ഫൈനൽ പോരാട്ടത്തിൽ ആതിഥേയരായ ശ്രീലങ്ക എ ടീമിനെതിരെ ഇന്ത്യ എ ടീം അവരുടെ പൂർണ്ണ നിയന്ത്രണം ഉറപ്പിച്ചിരുന്നു. വളരെ ചരിത്രപരവും അത്യുന്നതവുമായ ഒരു സ്കോറിലേക്ക് അവർ അതിവേഗം ചുവടുവെക്കുകയായിരുന്നു. ഇന്നിംഗ്സിന്റെ 46-ാം ഓവർ എറിയാൻ ശ്രീലങ്കയുടെ ഏറ്റവും വിജയകരമായ സ്പിന്നർ രവീന്ദ്ര ഫെർണാണ്ടോ വീണ്ടും ആക്രമണത്തിനെത്തിയപ്പോൾ അദ്ദേഹത്തിന്റെ 3ാമത്തെ ഫ്ലൈറ്റഡ് പന്തിൽ തന്നെ വിപ്രാജ് നിഗം തന്റെ കടുത്ത ആക്രമണോത്സവത പുറത്തെടുത്തു. ഒരു മിന്നൽ പിണറിന്റെ വേഗത്തിൽ ഡൌൺ ദ ഗ്രൗണ്ടിലേക്ക് കുതിച്ച നിഗം തന്റെ കാലുകൾ അതിവിദഗ്ധമായി ഉപയോഗിച്ചു. പന്തിന്റെ പിച്ചിലെത്തിയ അവൻ തന്റെ സർവ്വശക്തിയും എടുത്ത് ബാറ്റ് വീശിക്കൊണ്ട് വൈഡ് ലോങ് ഓൺ ബൗണ്ടറിക്ക് മുകളിലൂടെ അതിമനോഹരമായ ഒരു കൂറ്റൻ സിക്സർ പറത്തി. ഈ പ്രഹരത്തിനു ശേഷം ഇന്ത്യൻ ടീം അതിവേഗം റൺ നിരക്ക് ഉയർത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. എന്നാൽ തൊട്ടടുത്ത ഓവറിൽ ഇടംകയ്യൻ
സ്പിന്നർ വാനുജ സഹാൻ ഇന്ത്യൻ ടീമിന് മറ്റൊരു വലിയ തിരിച്ചടി നൽകി. സഹാന്റെ വളരെ ഫുൾ ലെങ്ത് ആയൊരു ഡെലിവറിയിൽ സെറ്റായി നിന്ന ബാറ്റ്സ്മാൻ നിഷാന്ത് സിന്ധു ക്രീസിൽ നിന്ന് പുറത്തിറങ്ങി ലോങ് ഓണിന് മുകളിലൂടെ വലിയൊരു ഏരിയൽ ഷോട്ട് കഴിക്കാൻ ശ്രമിച്ച് വലിയൊരു അബദ്ധം കാട്ടി. പന്തിന്റെ ലെങ്ത് വളരെ കൂടുതലായിരുന്നതിനാൽ സിന്ധുവിന്റെ ഷോട്ടിന് ആവശ്യമായ എലിവേഷനോ ടൈമിംഗോ ലഭിച്ചില്ല. ഇതിന്റെ ഫലമായി പന്ത് നേരെ ലോങ് ഓണിൽ വിന്യസിച്ചിരുന്ന ഫീൽഡർ രവിന്ദു ഫെർണാണ്ടോയിലെ കൈകളിലേക്ക് പറന്നു. അദ്ദേഹം മുന്നോട്ടാഞ്ഞ് നിലത്തുനിന്ന് ഏതാനും ഇഞ്ചുകൾ മാത്രം മുകളിൽ വെച്ച് മികച്ചൊരു ലോ ക്യാച്ച് സ്വന്തമാക്കി. 18 പന്തിൽ ഒരു ഫോറിന്റെ സഹായത്തോടെ 16 റൺസ് നേടിയാണ് നിഷാന്ത് സിന്ധു പവലിയനിലേക്ക് മടങ്ങിയത്. സിന്ധു പുറത്തായതിന് പിന്നാലെ ഓൾറൗണ്ടർ അനുകുൽ റോയ് ബാറ്റിംഗിനായി ക്രീസിലെത്തി. എന്നാൽ വിക്കറ്റുകൾ വീഴുന്ന പരമ്പര അവിടെയും അവസാനിച്ചില്ല. തൊട്ടടുത്ത ഓവറിൽ തന്നെ പേസ് ബൌളർ കുഗദാസ് മധുലൻ ഇന്ത്യയ്ക്ക് വീണ്ടും ഒരു കനത്ത ആഘാതം നൽകി. മധുലൻ ഓഫ് സ്റ്റം ലൈനിലെറിഞ്ഞ ശക്തമായൊരു ഫുൾ ലെങ്ത് പന്തിൽ വിപ്രജ് നിഗം ലെഗ് സൈഡിലേക്ക് മാറി നിന്നുകൊണ്ട് എക്സ്ട്രാ കവേഴ്സിന് മുകളിലൂടെ വലിയൊരു ഷോട്ട് കളിക്കാൻ ശ്രമിച്ചു. എന്നാൽ തന്റെ ഇച്ഛയ്ക്കനുസരിച്ച് പന്തിനെ കവേഴ്സിലേക്ക് തിരിച്ചുവിടാൻ നിഗമിന് കഴിഞ്ഞില്ല. പന്ത് ബാറ്റിന്റെ മുകൾ ഭാഗത്ത് തട്ടി നേരെ ലോങ് ഓഫിന് നേരെ വായുവിൽ ഉയർന്നു പൊങ്ങി. എക്സ്ട്രാ കവേഴ്സിൽ നിന്ന് പിന്നിലേക്ക് ഓടിയ ശ്രീലങ്കൻ നായകൻ സഹാൻ അരാജുകയും ലോങ് ഓഫിൽ നിന്ന് മുന്നോട്ടേക്ക് ഒരു ചീറ്റപ്പുലിയുടെ വേഗതയിൽ പാഞ്ഞെടുത്ത വാനുജ സഹാനും ആ പന്തിൽ തന്നെ കണ്ണുകൾ നട്ടിരിക്കുകയായിരുന്നു. മൈതാനത്തുള്ള മറ്റൊരാളും ആ ക്യാച്ചിനായി ഒരു കോൾ ചെയ്തില്ല എന്ന് തോന്നുന്നു. ഇതിന്റെ ഫലമായി രണ്ട് കളിക്കാരും അതിദാരുണമായി പരസ്പരം കൂട്ടിയിടിച്ച് മൈതാനത്ത് വീണുപോയി. ആ കൂട്ടിയിടിപ്പ് എത്രത്തോളം ഭയാനകമായിരുന്നു എന്നാൽ ക്യാപ്റ്റൻ അരാജികയുടെ കൈകളിൽ സുരക്ഷിതമായി ഒതുങ്ങിയ ക്യാച്ച് പോലും ആ ആഘാതത്തിൽ നിലത്തേക്ക് തെറിച്ചു വീണു. മൈതാനത്തേക്ക് ഉടൻ തന്നെ സ്ട്രെച്ചർ കൊണ്ടുവന്നു. എന്നാൽ എല്ലാവർക്കും വലിയൊരു ആശ്വാസം നൽകിക്കൊണ്ട് വാനുജ സഹാൻ സ്വന്തം കാലുകളിൽ എഴുന്നേൽക്കുകയും ഫിസിയോയ്ക്കൊപ്പം മൈതാനത്തിന് പുറത്തേക്ക് നടന്നു പോകുകയും ചെയ്തു. പുറത്തേക്ക് പോകുന്നതിന് മുൻപ് സതീര സമരവിക്രമ അദ്ദേഹത്തോട് ചില തമാശകൾ പറഞ്ഞത് സഹാന്റെ മുഖത്തൊരു പുഞ്ചിരി വിടർത്തി. അത് വലിയൊരു ശുഭസൂചനയായിരുന്നു. ഈ ജീവൻദാനത്തിന്റെ പൂർണ്ണമായ ആനുകൂല്യം മുതലെടുത്ത അനുകുൽ റോയ് തൊട്ടടുത്ത സ്ലോവർ പന്തിൽ തന്നെ തന്റെ ക്ലാസ് കാണിച്ചു. ലെഗ് സ്റ്റമ്പിന് പുറത്തേക്ക് വന്ന ആ പന്തിനെ ഷോർട്ട് ഫൈൻ ലെഗിന് അരികിലൂടെ ഫ്ലിക്ക് ചെയ്തുകൊണ്ട് അദ്ദേഹം ഒരു മികച്ച ഫോർ സ്വന്തമാക്കി. തൊട്ടടുത്ത പന്തിൽ തന്നെ സമുദിതയുടെ സ്ലോട്ടിൽ വീണ ഫുൾ ഡെലിവറിയെ യാതൊരു ദയയുമില്ലാതെ പ്രഹരിച്ച അനുകുൽ ബൌളറുടെ തലയ്ക്ക് മുകളിലൂടെ ലോങ് ഓൺ ഗാലറിക്കപ്പുറത്തേക്ക് ഒരു കൂറ്റൻ സിക്സർ പറത്തി. എന്നാൽ മൈതാനത്തെ യഥാർത്ഥ വിനാശം വരാനിരുന്നത് ഇന്നിംഗ്സിന്റെ അവസാന ഓവറിലായിരുന്നു. ശ്രീലങ്കൻ പേസ് ബൌളർ കുഗദാസ് മധുലന്റെ അവസാന ഓവറിനെ അനുകുൽ റോയ് അക്ഷരാർത്ഥത്തിൽ പിച്ച് ചീന്തുകയായിരുന്നു. മധുലൻ ഓവറിലെ ആദ്യ പന്ത് തന്നെ പൂർണ്ണമായും സ്ലോട്ടിൽ ഒരു ഫുൾ പിച്ചായി എറിഞ്ഞതിൽ വലിയ അബദ്ധം കാട്ടി. കരുത്തുറ്റ ഫ്രണ്ട് ഫുട്ടുമായി മുന്നോട്ടാഞ്ഞ അനുകുൽ റോയ് ഡീപ് എക്സ്ട്രാ കവേഴ്സിന് മുകളിലൂടെ അതിമനോഹരവും കൂറ്റനുമായൊരു സിക്സർ പറത്തി കാണികളെ മുഴുവൻ അമ്പരപ്പിച്ചു. ഈ കനത്ത പ്രഹരത്തിന് ശേഷം തിരിച്ചുവരാനുള്ള ശ്രമത്തിൽ മധുലൻ തന്റെ തന്ത്രം മാറ്റുകയും അടുത്തതായി ഒരു മൂർച്ചയേറിയ സ്ലോവർ ബോൾ എറിയുകയും ചെയ്തു. എന്നാൽ പൂർണ്ണമായും ചാർജ് ചെയ്യപ്പെട്ട നിലയിലായിരുന്ന അനുകുൽ റോയ് ആ പന്തിന്റെ വേഗത വളരെ വേഗത്തിൽ തന്നെ തിരിച്ചറിഞ്ഞു. ക്രീസിൽ ശക്തമായൊരു ബേസ് ഉറപ്പിച്ച അദ്ദേഹം പന്ത് വരുന്നതിനായി കാത്തിരുന്ന് ലോങ് ഓൺ ബൗണ്ടറിക്ക് മുകളിലൂടെ തുടർച്ചയായ രണ്ടാമത്തെ ഭയപ്പെടുത്തുന്ന സിക്സറും അടിച്ചുകയറ്റി. മധുലന്റെ സമനില പൂർണ്ണമായും തെറ്റിപ്പോയിരുന്നു. നാലാമത്തെ പന്ത് അദ്ദേഹം വീണ്ടും സ്ലോട്ടിൽ തന്നെ ഫുൾ പിച്ചായി എറിഞ്ഞു. യാതൊരു കരുണയുമില്ലാതെ തന്റെ ബാറ്റിന്റെ പൂർണ്ണമായ സ്വിംഗ് പുറത്തെടുത്ത് അനുകുൽ സൈഡ് സ്ക്രീൻ ലക്ഷ്യമാക്കി ഡൌൺ ദ ഗ്രൗണ്ടിലൂടെ തുടർച്ചയായ മൂന്നാമത്തെ അതിഭീകരമായ സിക്സറും പറത്തി. അനുകുൽ റോയിയുടെ ഈ വിനാശകരവും പ്രളയസമാനവുമായ ബാറ്റിംഗ് പ്രകടനം കണ്ട് ഗാലറിയിലുണ്ടായിരുന്ന മുഴുവൻ ഇന്ത്യൻ ആരാധകരും ഒപ്പം മുഖ്യ പരിശീലകൻ ഗൗതം ഗംഭീരും പൂർണ്ണമായും അമ്പരപ്പോടെയും അതിയായ ആവേശത്തോടെയുമാണ് നോക്കിനിന്നത്. എങ്കിലും ആ ഓവറിലെ അവസാന പന്തിൽ കുഗദാസ് മധുലൻ ഒരുവിധം തിരിച്ചുവരവ് നടത്തി. സ്റ്റമ്പുകളുടെ ലൈനിൽ വളരെ കൃത്യതയുള്ള ഒരു യോർക്കർ ലെങ്ത് ഡെലിവറി അദ്ദേഹം എറിഞ്ഞു. ഷഫിൾ ചെയ്ത് ലെഗ് സൈഡിലേക്ക് വലിയൊരു ഷോട്ട് കളിക്കാൻ ശ്രമിച്ച അനുകുൽ റോയ് പന്തിന്റെ ലൈൻ പൂർണ്ണമായും തെറ്റിച്ചു പരാജയപ്പെടുകയും പന്ത് നേരെ അദ്ദേഹത്തിന്റെ പാഡുകളുടെ മധ്യത്ത് ചെന്നിടിക്കുകയും ചെയ്തു. ശ്രീലങ്കൻ കളിക്കാരുടെ ശക്തമായ അപ്പീലിന് മുന്നിൽ ഫീൽഡ് അമ്പയർ ഉടൻ തന്നെ വിരലുയർത്തി അദ്ദേഹത്തെ LBW ഔട്ടായി പ്രഖ്യാപിച്ചു. വെറും 15 പന്തുകൾ മാത്രം നേരിട്ട് ഒരു ഫോറിന്റെയും ഭയപ്പെടുത്തുന്ന 4 കൂറ്റൻ സിക്സറുകളുടെയും പിൻബലത്തിൽ 39 റൺസ് എന്ന അവിശ്വസനീയമായ രീതിയിൽ ധീരവും വിനാശകരവും സ്ഫോടകവുമായൊരു ക്യാമിയോ ഇന്നിംഗ്സ് കാഴ്ചവെച്ചാണ് അനുകുൽ റോയ് പുറത്തായത്. ഈ ഇന്നിംഗ്സാണ് ഇന്ത്യൻ ടീമിന് ഏറ്റവും മികച്ചൊരു ഫിനിഷിംഗ് ടച്ച് നൽകിയത്. അദ്ദേഹം പുറത്താകുമ്പോൾ മറുവശത്ത് യാഷ് താക്കൂർ 3 പന്തിൽ 2 റൺസുമായി പുറത്താകാതെ നിന്നു. ഈ അവസാന വിക്കറ്റ് വീഴുന്നതിനോടൊപ്പം ദാംബുള്ളയിലെ ഈ ചരിത്ര മൈതാനത്ത് നിശ്ചിത 50 ഓവറുകളുടെ കളി പൂർണ്ണമായും അവസാനിച്ചപ്പോൾ അവസാന ഓവറുകളിലെ ഈ ഭയാനകവും റെക്കോർഡുകൾ തകർക്കുന്ന വെടിക്കെട്ട് പ്രകടനത്തിന്റെ പിൻബലത്തിൽ ഇന്ത്യ എ ടീം 9 വിക്കറ്റ് നഷ്ടത്തിൽ 378 എന്നൊരു മഹാവിശാലവും ഭയപ്പെടുത്തുന്നതുമായ എവറസ്റ്റ് പർവ്വതത്തോളം പോരുന്ന ഒരു കൂറ്റൻ സ്കോർ ബോർഡിൽ പടുത്തുയർത്തിയിരുന്നു. എന്നാൽ 378 എന്ന അസാധ്യവും ഹിമാലയനുമായ ആ കൂറ്റൻ ലക്ഷ്യം പിന്തുടരാനായി രണ്ടും കൽപ്പിച്ച് കളത്തിലിറങ്ങിയ ശ്രീലങ്കൻ നിരയുടെ തുടക്കം തന്നെ പ്രതീക്ഷിച്ചതിലും വലിയൊരു തകർച്ചയോടെയായിരുന്നു. ദാംബുള്ളയിലെ വർണ്ണ പകിറ്റാർന്ന ഫ്ലഡ് ലൈറ്റുകൾക്ക് കീഴിൽ വൻ സ്കോറിന്റെ കടുത്ത മാനസിക സമ്മർദ്ദവും പേറി ക്രീസിലെത്തിയ ആതിഥേയർക്ക് ഇന്ത്യൻ പേസർ യാഷ് താക്കൂർ തന്റെ ആദ്യ സ്പെല്ലിൽ തന്നെ തീപ്പൊരി പാർന്ന പന്തുകളിലൂടെ കനത്ത പ്രഹരങ്ങൾ നൽകി. പവർ പ്ലേ ഓവറുകളിൽ പേസിന്റെയും കൃത്യതയുടെയും അതുല്യമായ സംയോജനം പുറത്തെടുത്ത താക്കൂർ ലങ്കൻ മുന്നണിയെ അക്ഷരാർത്ഥത്തിൽ കടപുഴക്കിയെറിയുകയായിരുന്നു. വെറും 3 റൺസ് എടുത്ത അവിഷ്ക ഫെർണാണ്ടോയെ അതിവേഗം മടക്കിയ അദ്ദേഹം അപകടകാരിയായ നിരോഷൻ ഡിക്കേലയെ 25 റൺസിൽ നിൽക്കെ ക്ലീൻ ബൌൾഡാക്കി ലങ്കൻ ക്യാമ്പിൽ പരിഭ്രാന്തിയുടെ വിത്തുകൾ പാകി. വൈകാതെ 21 റൺസ് എടുത്ത നുവാനിഡു ഫെർണാണ്ടോയെയും തന്റെ തന്ത്രപ്രകാരം ലെഗ് സൈഡ് കെണിയിൽ വീഴ്ത്തി യാഷ് താക്കൂർ ആതിഥേയരെ 11 ഓവറിൽ 80-3 എന്ന ദയനീയവും നിരാശാജനകവുമായ അവസ്ഥയിലേക്ക് തള്ളിയിട്ടു. തുടക്കത്തിൽ തന്നെ സംഭവിച്ച ഈ കനത്ത
കനത്ത തകർച്ചയിൽ പതറിപ്പോയ ശ്രീലങ്കയ്ക്ക് പിന്നീട് നേരിയൊരു പ്രതീക്ഷ നൽകിയത് മധ്യനിരയിൽ സദീര സമരവിക്രമയും നായകൻ സഹാൻ അരാജികയും ചേർന്ന് പടുത്തുയർത്തിയ ധീരമായ ചെറുത്തുനിൽപ്പാണ്. തോൽവി അത്ര വേഗം സമ്മതിക്കാൻ തയ്യാറല്ല എന്ന ഭാവത്തിൽ ഇന്ത്യൻ സ്പിന്നർമാർക്കെതിരെ അതിശക്തമായ പ്രത്യാഘാതം അഴിച്ചുവിട്ട സദീര അതിമനോഹരമായ 9 ബൗണ്ടറികളുടെ അകമ്പടിയോടെ വെറും 44 പന്തിൽ 52 റൺസ് നേടി ആവേശകരമായ ഒരു അർദ്ധ സെഞ്ചുറി പൂർത്തിയാക്കി. മറുവശത്ത് നായകൻ അരാജികെ 38 റൺസുമായി അദ്ദേഹത്തിന് പാറ പോലെ ഉറച്ച പിന്തുണ നൽകി. എന്നാൽ ഈ കൂട്ടുകെട്ട് അപകടകരമായി വളരുകയാണെന്ന് തിരിച്ചറിഞ്ഞ ഇന്ത്യൻ നായകൻ തിലക് വർമ്മ സ്വയം പന്തെറിയാനെത്തുകയും അരാജികയെ വീഴ്ത്തി ആ നിർണായക കൂട്ടുകെട്ടിന്റെ നട്ടെല്ലൊടിക്കുകയും ചെയ്തു. വൈകാതെ സദീരയും നിരാശയോടെ കൂടാരം കയറിയപ്പോൾ ശ്രീലങ്കയുടെ തോൽവി പൂർണ്ണമായും ഉറപ്പാണെന്ന് സ്റ്റേഡിയം ഒന്നാകെ കരുതിയ നിമിഷത്തിലാണ് മത്സരത്തിലെ ഏറ്റവും ആവേശകരവും നാടകീയവുമായ മറ്റൊരു ജീവൻ മരണ പോരാട്ടത്തിന് ദാമ്പുള്ള സാക്ഷ്യം വഹിച്ചത്. 7ാം വിക്കറ്റിൽ ഒന്നിച്ച വാനുജ സഹാനും വിജയകാന്ത് വ്യാസ്കാന്തും ചേർന്ന് യാതൊരു ഭയവുമില്ലാത്ത അവിശ്വസനീയമായ ഒരു പ്രത്യാഘാതമാണ് പിന്നീട് കാഴ്ചവെച്ചത്. ഇന്ത്യൻ ബൌളർമാരെ അതിവിദഗ്ധമായി നേരിട്ട ഇരുവരും ചേർന്ന് 77 റൺസിന്റെ അതിശക്തമായ ഒരു കൂട്ടുകെട്ട് പടുത്തുയർത്തിയപ്പോൾ സ്റ്റേഡിയത്തിലെ നിശബ്ദരായ ശ്രീലങ്കൻ ആരാധകരിൽ വീണ്ടും ജീവൻ വെച്ചു തുടങ്ങി. വളരെ ക്ഷമയോടെയും എന്നാൽ അവസരം കിട്ടുമ്പോഴെല്ലാം പന്തിനെ അതിർത്തി കടത്തുകയും ചെയ്ത വാനുജ സഹാൻ തന്റെ അർദ്ധ സെഞ്ചുറി പൂർത്തിയാക്കിയപ്പോൾ വിജയകാന്ത് വ്യാസ്കാന്ത് 34 പന്തിൽ 39 റൺസെടുത്ത് അദ്ദേഹത്തിന് വമ്പൻ പിന്തുണ നൽകി. ഈ കൂട്ടുകെട്ട് അപകടകരമായി വളരുകയാണെന്ന് തിരിച്ചറിഞ്ഞ ഇന്ത്യൻ നായകൻ തിലക് വർമ്മ സ്വയം പന്തെറിയാനെത്തുകയും അരാജികയെ വീഴ്ത്തി ആ നിർണായക കൂട്ടുകെട്ടിന്റെ നട്ടെല്ലൊടിക്കുകയും ചെയ്തു. വൈകാതെ സദീരയും നിരാശയോടെ കൂടാരം കയറിയപ്പോൾ ശ്രീലങ്കയുടെ തോൽവി പൂർണ്ണമായും ഉറപ്പാണെന്ന് സ്റ്റേഡിയം ഒന്നാകെ കരുതിയ നിമിഷത്തിലാണ് മത്സരത്തിലെ ഏറ്റവും ആവേശകരവും നാടകീയവുമായ മറ്റൊരു ജീവൻ മരണ പോരാട്ടത്തിന് ദാമ്പുള്ള സാക്ഷ്യം വഹിച്ചത്. 7ാം വിക്കറ്റിൽ ഒന്നിച്ച വാനുജ സഹാനും വിജയകാന്ത് വ്യാസ്കാന്തും ചേർന്ന് യാതൊരു ഭയവുമില്ലാത്ത അവിശ്വസനീയമായ ഒരു പ്രത്യാഘാതമാണ് പിന്നീട് കാഴ്ചവെച്ചത്. ഇന്ത്യൻ ബൌളർമാരെ അതിവിദഗ്ധമായി നേരിട്ട ഇരുവരും ചേർന്ന് 77 റൺസിന്റെ അതിശക്തമായ ഒരു കൂട്ടുകെട്ട് പടുത്തുയർത്തിയപ്പോൾ സ്റ്റേഡിയത്തിലെ നിശബ്ദരായ ശ്രീലങ്കൻ ആരാധകരിൽ വീണ്ടും ജീവൻ വെച്ചു തുടങ്ങി. വളരെ ക്ഷമയോടെയും എന്നാൽ അവസരം കിട്ടുമ്പോഴെല്ലാം പന്തിനെ അതിർത്തി കടത്തുകയും ചെയ്ത വാനുജ സഹാൻ തന്റെ അർദ്ധ സെഞ്ചുറി പൂർത്തിയാക്കിയപ്പോൾ വിജയകാന്ത് വ്യാസ്കാന്ത് 34 പന്തിൽ 39 റൺസെടുത്ത് അദ്ദേഹത്തിന് വമ്പൻ പിന്തുണ നൽകി. ഈ കൂട്ടുകെട്ട് അപകടകരമായി വളരുകയാണെന്ന് തിരിച്ചറിഞ്ഞ ഇന്ത്യൻ നായകൻ തിലക് വർമ്മ സ്വയം പന്തെറിയാനെത്തുകയും അരാജികയെ വീഴ്ത്തി ആ നിർണായക കൂട്ടുകെട്ടിന്റെ നട്ടെല്ലൊടിക്കുകയും ചെയ്തു. വൈകാതെ സദീരയും നിരാശയോടെ കൂടാരം കയറിയപ്പോൾ ശ്രീലങ്കയുടെ തോൽവി പൂർണ്ണമായും ഉറപ്പാണെന്ന് സ്റ്റേഡിയം ഒന്നാകെ കരുതിയ നിമിഷത്തിലാണ് മത്സരത്തിലെ ഏറ്റവും ആവേശകരവും നാടകീയവുമായ മറ്റൊരു ജീവൻ മരണ പോരാട്ടത്തിന് ദാമ്പുള്ള സാക്ഷ്യം വഹിച്ചത്. 7ാം വിക്കറ്റിൽ ഒന്നിച്ച വാനുജ സഹാനും വിജയകാന്ത് വ്യാസ്കാന്തും ചേർന്ന് യാതൊരു ഭയവുമില്ലാത്ത അവിശ്വസനീയമായ ഒരു പ്രത്യാഘാതമാണ് പിന്നീട് കാഴ്ചവെച്ചത്. ഇന്ത്യൻ ബൌളർമാരെ അതിവിദഗ്ധമായി നേരിട്ട ഇരുവരും ചേർന്ന് 77 റൺസിന്റെ അതിശക്തമായ ഒരു കൂട്ടുകെട്ട് പടുത്തുയർത്തിയപ്പോൾ സ്റ്റേഡിയത്തിലെ നിശബ്ദരായ ശ്രീലങ്കൻ ആരാധകരിൽ വീണ്ടും ജീവൻ വെച്ചു തുടങ്ങി. വളരെ ക്ഷമയോടെയും എന്നാൽ അവസരം കിട്ടുമ്പോഴെല്ലാം പന്തിനെ അതിർത്തി കടത്തുകയും ചെയ്ത വാനുജ സഹാൻ തന്റെ അർദ്ധ സെഞ്ചുറി പൂർത്തിയാക്കിയപ്പോൾ വിജയകാന്ത് വ്യാസ്കാന്ത് 34 പന്തിൽ 39 റൺസെടുത്ത് അദ്ദേഹത്തിന് വമ്പൻ പിന്തുണ നൽകി. ഈ കൂട്ടുകെട്ട് അപകടകരമായി വളരുകയാണെന്ന് തിരിച്ചറിഞ്ഞ ഇന്ത്യൻ നായകൻ തിലക് വർമ്മ സ്വയം പന്തെറിയാനെത്തുകയും അരാജികയെ വീഴ്ത്തി ആ നിർണായക കൂട്ടുകെട്ടിന്റെ നട്ടെല്ലൊടിക്കുകയും ചെയ്തു. വൈകാതെ സദീരയും നിരാശയോടെ കൂടാരം കയറിയപ്പോൾ ശ്രീലങ്കയുടെ തോൽവി പൂർണ്ണമായും ഉറപ്പാണെന്ന് സ്റ്റേഡിയം ഒന്നാകെ കരുതിയ നിമിഷത്തിലാണ് മത്സരത്തിലെ ഏറ്റവും ആവേശകരവും നാടകീയവുമായ മറ്റൊരു ജീവൻ മരണ പോരാട്ടത്തിന് ദാമ്പുള്ള സാക്ഷ്യം വഹിച്ചത്. 7ാം വിക്കറ്റിൽ ഒന്നിച്ച വാനുജ സഹാനും വിജയകാന്ത് വ്യാസ്കാന്തും ചേർന്ന് യാതൊരു ഭയവുമില്ലാത്ത അവിശ്വസനീയമായ ഒരു പ്രത്യാഘാതമാണ് പിന്നീട് കാഴ്ചവെച്ചത്. ഇന്ത്യൻ ബൌളർമാരെ അതിവിദഗ്ധമായി നേരിട്ട ഇരുവരും ചേർന്ന് 77 റൺസിന്റെ അതിശക്തമായ ഒരു കൂട്ടുകെട്ട് പടുത്തുയർത്തിയപ്പോൾ സ്റ്റേഡിയത്തിലെ നിശബ്ദരായ ശ്രീലങ്കൻ ആരാധകരിൽ വീണ്ടും ജീവൻ വെച്ചു തുടങ്ങി. വളരെ ക്ഷമയോടെയും എന്നാൽ അവസരം കിട്ടുമ്പോഴെല്ലാം പന്തിനെ അതിർത്തി കടത്തുകയും ചെയ്ത വാനുജ സഹാൻ തന്റെ അർദ്ധ സെഞ്ചുറി പൂർത്തിയാക്കിയപ്പോൾ വിജയകാന്ത് വ്യാസ്കാന്ത് 34 പന്തിൽ 39 റൺസെടുത്ത് അദ്ദേഹത്തിന് വമ്പൻ പിന്തുണ നൽകി. ഈ കൂട്ടുകെട്ട് അപകടകരമായി വളരുകയാണെന്ന് തിരിച്ചറിഞ്ഞ ഇന്ത്യൻ നായകൻ തിലക് വർമ്മ സ്വയം പന്തെറിയാനെത്തുകയും അരാജികയെ വീഴ്ത്തി ആ നിർണായക കൂട്ടുകെട്ടിന്റെ നട്ടെല്ലൊടിക്കുകയും ചെയ്തു. വൈകാതെ സദീരയും നിരാശയോടെ കൂടാരം കയറിയപ്പോൾ ശ്രീലങ്കയുടെ തോൽവി പൂർണ്ണമായും ഉറപ്പാണെന്ന് സ്റ്റേഡിയം ഒന്നാകെ കരുതിയ നിമിഷത്തിലാണ് മത്സരത്തിലെ ഏറ്റവും ആവേശകരവും നാടകീയവുമായ മറ്റൊരു ജീവൻ മരണ പോരാട്ടത്തിന് ദാമ്പുള്ള സാക്ഷ്യം വഹിച്ചത്. 7ാം വിക്കറ്റിൽ ഒന്നിച്ച വാനുജ സഹാനും വിജയകാന്ത് വ്യാസ്കാന്തും ചേർന്ന് യാതൊരു ഭയവുമില്ലാത്ത അവിശ്വസനീയമായ ഒരു പ്രത്യാഘാതമാണ് പിന്നീട് കാഴ്ചവെച്ചത്. ഇന്ത്യൻ ബൌളർമാരെ അതിവിദഗ്ധമായി നേരിട്ട ഇരുവരും ചേർന്ന് 77 റൺസിന്റെ അതിശക്തമായ ഒരു കൂട്ടുകെട്ട് പടുത്തുയർത്തിയപ്പോൾ സ്റ്റേഡിയത്തിലെ നിശബ്ദരായ ശ്രീലങ്കൻ ആരാധകരിൽ വീണ്ടും ജീവൻ വെച്ചു തുടങ്ങി. വളരെ ക്ഷമയോടെയും എന്നാൽ അവസരം കിട്ടുമ്പോഴെല്ലാം പന്തിനെ അതിർത്തി കടത്തുകയും ചെയ്ത വാനുജ സഹാൻ തന്റെ അർദ്ധ സെഞ്ചുറി പൂർത്തിയാക്കിയപ്പോൾ വിജയകാന്ത് വ്യാസ്കാന്ത് 34 പന്തിൽ 39 റൺസെടുത്ത് അദ്ദേഹത്തിന് വമ്പൻ പിന്തുണ നൽകി. ഈ സഖ്യം ഇന്ത്യൻ ക്യാമ്പിൽ നേരിയ ഒരു ആശങ്ക പടർത്തവെയാണ് സ്പിന്നർ അനുകുൽ റോയ് ഒരു രക്ഷകന്റെ രൂപത്തിൽ അവതരിച്ചത്. തന്റെ സ്പിൻ മാന്ത്രികതയിലൂടെ വായുവിൽ പന്ത് മനോഹരമായി ഫ്ലൈറ്റ് ചെയ്ത അനുകുൽ വലിയൊരു ഷോട്ടിന് ശ്രമിച്ച വ്യാസ്കാന്തിനെ പൂർണ്ണമായും കബളിപ്പിച്ചു. പന്ത് ബാറ്റിന്റെ മുകൾ ഭാഗത്ത് തട്ടി വായുവിൽ ഉയർന്നപ്പോൾ മിഡ് വിക്കറ്റിൽ ഒരു ചീറ്റ പുലിയെപ്പോലെ കാത്തുനിന്ന അന്നത്തെ ഹീറോ വൈഭവ് സൂര്യവംശി അത് വളരെ സുരക്ഷിതമായി കൈപ്പിടിയിൽ ഒതുക്കി ഇന്ത്യക്ക് കാത്തിരുന്ന ആശ്വാസം നൽകി. ഈ വിക്കറ്റ് വീണതോടെ ശ്രീലങ്കയുടെ അവസാനത്തെ പ്രതീക്ഷയുടെ തിരുനാളവും അസ്തമിച്ചു തുടങ്ങിയിരുന്നു. എങ്കിലും ഒരറ്റത്ത് ക്രീസിൽ ഉറച്ചുനിന്ന വാനുജ സഹാൻ 69 പന്തുകളിൽ നിന്ന് 62 റൺസുമായി പൊരുതി നോക്കിയെങ്കിലും ലെഗ് സ്പിന്നർ വിപ്രാജ് നിഗമിന്റെ പന്തിൽ
അതിമോഹത്തോടെ ഒരു റിവേഴ്സ് സ്വീപ്പിന് ശ്രമിച്ച് നായകൻ തിലക് വർമ്മയ്ക്ക് അനായാസമായൊരു ക്യാച്ച് നൽകി മടങ്ങിയതോടെ ലങ്കൻ പോരാട്ടം ഏതാണ്ട് അവസാനിച്ചു. തുടർന്നെത്തിയ ദുലാജ് സമുദിതയെ 15 റൺസിൽ നിൽക്കെ അനുകുൽ റോയ് വീണ്ടും മടക്കിയതോടെ ഇന്ത്യ ആഗ്രഹിച്ച ആ ചരിത്ര വിജയത്തിന് തൊട്ടരികിലെത്തി. ഒടുവിൽ ഇന്നിംഗ്സിന്റെ 48-ാം ഓവറിലെ ആദ്യ പന്തിൽ വിപ്രാജ് നിഗമന്റെ മൂർച്ചയേറിയ ഒരു മാന്ത്രിക പന്തിൽ മുഹമ്മദ് ഷിറാസ് ബമ്പൻ ഒരു ഷോട്ടിന് ശ്രമിക്കുകയും സ്പിൻ ചെയ്ത് മാറിയ പന്ത് ബാറ്റിന്റെ നേരിയ ഒരു അരികിൽ ഉരസി അതിവേഗം പോയിന്റിലേക്ക് പായുകയും ചെയ്തു. ആ നിമിഷം ബാക്ക്വേർഡ് പോയിന്റിൽ നിന്നിരുന്ന അനുകുൽ റോയ് തന്റെ വലതുവശത്തേക്ക് ഒരു പക്ഷിയെപ്പോലെ പറന്നുയർന്ന് നിലത്ത് മുട്ടുന്നതിന് വെറും ഇഞ്ചുകൾക്ക് മുൻപ് വായുവിൽ വെച്ച് ആ പന്ത് ഒറ്റ കൈയിൽ അത്ഭുതകരമായി കൊരുത്തെടുത്തപ്പോൾ ഡാംബുള്ള സ്റ്റേഡിയം ഒന്നാകെ ഇന്ത്യൻ ആരാധകരുടെ വിജയഗർജനത്താൽ പ്രകമ്പനം കൊണ്ടു. ആ അവിശ്വസനീയവും അമാനുഷികവുമായ ഡൈവിംഗ് ക്യാച്ചിലൂടെ 47.1 ഓവറിൽ 311 റൺസിന് ശ്രീലങ്കൻ ഇന്നിംഗ്സിന് ശാശ്വതമായ തിരശീല വീണു. 66 റൺസിന്റെ ഈ ആധികാരികവും ഐതിഹാസികവുമായ വിജയത്തോടെ ഇന്ത്യൻ എ ടീം 2026-ലെ ട്രൈ നേഷൻ പരമ്പരയുടെ അനിഷേധ്യ രാജാക്കന്മാരായി തലയുയർത്തി കിരീടം ചൂടി. മൈതാനത്തെ വീരോചിതമായ ബാറ്റിംഗ് വെടിക്കെട്ടിനും കണിശമായ ബോളിംഗ് മികവിനുമൊടുവിൽ ഇന്ത്യൻ കളിക്കാർ വർണ്ണക്കടലാസുകൾ പെയ്യുന്ന മൈതാന മധ്യത്തിൽ ആനന്ദ കണ്ണുനീരോടെ പരസ്പരം പുനരുമ്പോൾ പോരാട്ട വീര്യത്തിന്റെ അവിസ്മരണീയമായ ആ സായാഹ്നം ലോക ക്രിക്കറ്റ് ചരിത്രത്തിലെ സുവർണ്ണ ലിപികളിൽ എന്നേക്കുമായി എഴുതി ചേർക്കപ്പെടുകയായിരുന്നു. എന്തായാലും ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയാണ്? അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.